2014 ഇന്നസെൻ്റ് ജയിക്കുമ്പോൾ അവിടെ ആം ആദ്മി പാർട്ടി ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ആം ആദ്മി പാർട്ടിയായിട്ട് മത്സരിച്ച KM നൂറുദ്ദീൻ അന്ന് 35,189 വോട്ട് പിടിച്ചിരുന്നു. അന്ന് BJP കിട്ടിയതാകട്ടെ 10.49% വോട്ടാണ്. 2019 AAP രംഗത്തില്ല. BJPക്ക് കിട്ടുന്നത് 15.6% വോട്ട്. ഇക്കുറി BJP അല്ല NDAയിൽ നിന്ന് BDJS ആണ് മത്സരിക്കുന്നത്. പുറമെ 2020 മത്സരരംഗത്തുണ്ട്. 2020ക്ക് ഒരു സ്വാധീനമുള്ള 2 നിയമസഭാ മണ്ഡലങ്ങളെങ്കിലും ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്, കുന്നത്തുനാടും പെരുമ്പാവൂരും. അപ്പോൾ ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ കുന്നത്തുനാട് 2020 നേടുന്നത് 41,890 വോട്ടാണ്. രണ്ടാമതെത്തിയ കോൺഗ്രസ്സിലെ VP സജീന്ദ്രന് 48,463 വോട്ടും. അത് ഏതാണ്ട് കോൺഗ്രസിൻ്റെ വോട്ടിന് അടുപ്പിച്ച് വോട്ട് കുന്നത്തുനാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട്ടിൽ 2020 നേടിയിട്ടുണ്ട്. പെരുമ്പാവൂരിലാകട്ടെ 20,536 വോട്ട് 2020 നേടി. 2020 മത്സരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് ചാർലി പോളാണ്. ചാർലി പോൾ ആ മണ്ഡലത്തിൽ അത്യാവശ്യം സ്വാധീനമുള്ള, ചാലക്കുടി മേഖലയിലൊക്കെ അത്യാവശ്യം സ്വാധീനമുള്ള ആളുമാണ്. ഈ 2020യുടെ സ്ഥാനാർത്ഥിത്വം അത് ഈ ചാലക്കുടിയുടെ മത്സരത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? UDFിൻ്റെ വോട്ടിൽ അതൊരു ഇടിവുണ്ടാക്കുമോ? തീർച്ചയായിട്ടും ചാലക്കുടി മണ്ഡലത്തിന്റെ ഇത്തവണത്തെ സ്ഥിതി പരിശോധിക്കുമ്പോൾ കേരളത്തിലെ മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത ഒരു പ്രത്യേകതയും ഈ 2020യുടെ ഒരു സാന്നിധ്യമാണ്. നമുക്കറിയാം 2020 എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് ഈ കുന്നത്തുനാട് ഉൾപ്പെടുന്ന ചാലക്കുടി മണ്ഡലത്തിൽ നിർണായക ശക്തിയാണ്. താങ്കൾ പറഞ്ഞ കണക്കുകൾ തന്നെയാണ് അതിന് ഏറ്റവും വലിയ സാക്ഷ്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂരിലും കുന്നത്തുനാടും 2020 വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചു. ജയിക്കുമെന്ന് പോലും കരുതപ്പെട്ടിരുന്നു. ഒടുവിൽ നിസ്സാര മാർജിനാണ് തോൽക്കുന്നത്. അവിടെ ജയിച്ചത് കുന്നത്തുനാട് അഡ്വക്കേറ്റ് ശ്രീനിധനാണ്. ഇടതുപക്ഷം, അതായത് കോൺഗ്രസും 2020യും മത്സരിച്ച് വോട്ടുകൾ നേടിയപ്പോൾ അതിന് ആ രീതിയിൽ വോട്ട് വലിയ ചോർച്ച ഉണ്ടാകാതെ പോയ LDFിൽ ശ്രീനിധൻ ജയിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എനിക്ക് തോന്നുന്നത് ഈ ചാർലി പോളിനെ ചാലക്കുടിയിൽ നിർത്തിയിരിക്കുന്നത് കരുത്ത് കാണിക്കാൻ തന്നെയാണ്. മാത്രമല്ല, ഇത് കുറെ കാലമായിട്ട് തുടരുന്ന ഒരു പോരാട്ടത്തിൻ്റെ, അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ടും ഇടതുമുന്നണിയുമായിട്ടും 2 മുന്നണിയുമായിട്ടും അദ്ദേഹത്തിൻ്റെ കണക്കുകൾ തീർക്കാനുണ്ട്. ഇപ്പോൾ അന്തരിച്ചു പോയ PT തോമസിനോട് അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ആദ്യ കാലം മുതൽ തന്നെ രാഷ്ട്രീയമായിട്ട് ബെന്നി ബെഹനാനോട് ചെറിയ രീതിയിൽ വാശിയും അതുപോലെ തന്നെ പകയും ഒക്കെ ഉള്ള ആളാണ് ഈ സാബു ജേക്കബ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ, മാത്രമല്ല കുന്നത്തുനാടെന്ന് പറയുന്ന ആ മണ്ഡലത്തിൽ, അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളുള്ള മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ടും സ്ഥാനാർത്ഥിയെ നിർത്തിയതിന് പിന്നിൽ ജയസാധ്യതയൊന്നും വിചാരിച്ചുകൊണ്ടല്ല, പഴയ ചില കണക്കുകൾ തീർക്കാൻ, അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ ഇരു മുന്നണികൾക്കും തങ്ങളുടെ ശക്തി കാണിച്ചു കൊടുക്കുക, ഞങ്ങൾ കൂട്ടിയാൽ എന്തൊക്കെ സാധിക്കും, ഞങ്ങൾ വിചാരിച്ചാൽ ചിലത് സാധിക്കും എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2020 സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്ന് നമുക്ക് ചിന്തിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാലക്കുടിയുടെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഒരുപക്ഷെ രവീന്ദ്രനാഥ് എന്ന് പറയുന്ന തൃശ്ശൂർക്കാരനായ പുതുക്കാടുകാരനായ കോളേജ് അധ്യാപകനെ ചാലക്കുടിയിൽ ഏതെങ്കിലും ഒരു അത്ഭുതത്തിന് സഹായിക്കുന്ന ഒരു ഘടകമായിട്ടും 2020യുടെ സാന്നിധ്യം മാറിക്കൂടുന്നില്ല. അത് തീർച്ചയായിട്ടും കുറെ കൂടി ദോഷകരമായിട്ട് ബാധിക്കുക ബെന്നി ബെഹനാനെയാണ്. പക്ഷെ വലിയ ഒരു 50,000 ഒക്കെ അതിനപ്പുറത്തേക്കൊക്കെ വോട്ട് പോയാൽ, ഇപ്പോൾ കുന്നത്തുനാട്ടിൽ എന്തായാലും ഇടതുപക്ഷത്തോടും സാബു ജേക്കബിന് അനുഭാവമില്ല. അടുത്ത കാലത്തായിട്ട് കോൺഗ്രസിന്റെ നേതാക്കളെക്കാൾ കൂടുതലായിട്ട് സാബു ജേക്കബിന്റെ വിരോധവും വൈരാഗ്യവും അവിടുത്തെ ശ്രീനിധനോടാണ്. ശ്രീനിധന് നേരെയാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് നടക്കും. അതുകൊണ്ട് തന്നെ കുന്നത്തുനാട്ടിലെ 2020 പിടിക്കുന്ന മുഴുവൻ വോട്ടും UDFിൻ്റെതാണെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ കൂടുതൽ വോട്ട്, കുറച്ചുകൂടി ചാഞ്ചാടുന്ന സ്വഭാവം കോൺഗ്രസ് വോട്ടർമാർക്ക് UDF വോട്ടർമാർക്ക് ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ UDFിൻ്റെ വോട്ടുകളായിരിക്കാം ചാർലി പോളിൻ്റെ പെട്ടിയിൽ വീഴുക കൂടുതലായിട്ട്. പക്ഷേ ഇത്രത്തോളം ഈ 41,000 വോട്ടുകളൊക്കെ വീഴണമെന്നുണ്ടെങ്കിൽ അതിലൊരു പങ്ക് LDFിൻ്റെ വോട്ടുകൾ കൂടി ഇല്ലാതെ ഇത്രയും വലിയ സംഖ്യയിലേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പെരുമ്പാവൂരിലും അതുപോലെ കുന്നത്തുനാടും 2020 സ്ഥാനാർത്ഥി ശ്രീ ചാർലി പോളിന് കിട്ടുന്ന വോട്ടുകൾ ആത്യന്തികമായിട്ട് ആരെയാണ് കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കുക, ആരുടെ വിജയത്തെയാണ് തടുക്കുക, അല്ലെങ്കിൽ ആരുടെ പരാജയത്തെയാണ് വഴിതെളിക്കുക എന്ന ചോദ്യം പ്രസക്തമാണ്. അതാണ് ചാലക്കുടി മണ്ഡലത്തിൽ ഇക്കുറി കേരളത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു സവിശേഷ സാഹചര്യം. അത് എത്രത്തോളം പ്രതിഫലിക്കും എന്ന കാര്യം നമുക്കിപ്പോൾ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ വോട്ടർ 50,000-ത്തിനൊക്കെ മുകളിലേക്ക് 1,00,000-ത്തിലേക്കോ അല്ലെങ്കിൽ അതിന് താഴേക്ക് തൊട്ടടുത്തേക്കൊക്കെ എത്തിയാൽ എന്തും സംഭവിക്കാം. അവിടെ
നമ്മൾ വിചാരിക്കുന്ന അത് വിപരീതമായൊരു ഫലം സംഭവിച്ചുകൂടായില്ല രാജീവ്.